ഫ്രണ്ട്സ്, ഇതാണ് നമ്മളെ ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ്. നമ്മളെ ഇൻക്യുബേറ്ററിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനമാണ് ഈ ഡിജിറ്റൽ തെർമോസ്റ്റാറ്റ്. അപ്പോൾ ഇത് മേടിക്കുന്നതിനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമ്മുടെ ഷോപ്പിലും കിട്ടും, എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അത് നോക്കി മേടിച്ചാൽ മതി. പിന്നെ നമുക്ക് ഇതിൻ്റെ വാല്യൂ ഒന്ന് ആദ്യം സെറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ മാർക്കറ്റിലൊക്കെ ഇങ്ങനെ ഒരു ഫീമെയിൽ പോർട്ട് മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ ഫീമെയിൽ പോർട്ട് ഒന്ന് മേടിക്കാം. അതിൻ്റെ പോസിറ്റീവ് ആവും എന്ന് വെച്ചാൽ അതിനകത്ത് റെഡും ബ്ലാക്കും ആയിരിക്കും ഉണ്ടാവുക. അതിനകത്ത് റെഡ് പോസിറ്റീവും ബ്ലാക്ക് നെഗറ്റീവും ആയിരിക്കും എപ്പോഴും. അപ്പോൾ ഈ റെഡ് പ്ലസ് 12 വോൾട്ടിലും GND ഗ്രൗണ്ട് എന്ന് കൊടുത്തേക്കുന്നത് ബ്ലാക്ക് വയറിലും കണക്ട് ചെയ്യുക. അപ്പോൾ അത് മാറിപ്പോകാൻ ശ്രദ്ധിക്കണം. പ്ലസ് 12 വോൾട്ട് എന്നുള്ളത് എപ്പോഴും പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യണം. ഇപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്യാം. പിന്നെ വേണ്ടതാണ് ഇങ്ങനത്തെ ഒരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ. ഇതൊരു 2 ആംപിയർ ആണ്. 2 ആംപിയറിൻ്റെ ഒരു 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ്. അപ്പോൾ 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്റർ മേടിക്കാൻ മറക്കരുത്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുക. എന്നിട്ട് പവർ സപ്ലൈ കൊടുക്കുക. നമ്മൾ പവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ കാണിക്കുന്ന ഈ 27.7 അത് നമ്മളെ റൂം ടെമ്പറേച്ചറാണ്. അപ്പോൾ ഈ അന്തരീക്ഷത്തിലുള്ള ചൂടാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്കിത് വാല്യൂ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്തുള്ള വാല്യൂ എന്നുള്ളപ്പം കാണാം, ഇവിടെ സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ഇവിടെ പ്ലസ്സും ഇവിടെ മൈനസും, ഇങ്ങനെ 2 ഓപ്ഷനാണുള്ളത്, സെറ്റ് പ്ലസ് മൈനസ്. ഇതെന്ന് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ സെറ്റ് നമുക്ക് ഓരോ വാല്യൂ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലസ് കൂട്ടാനും മൈനസ് കുറയ്ക്കാനും, വാല്യൂസ് കൂട്ടാനും കുറയ്ക്കാനും. അപ്പോൾ ആദ്യം നമ്മൾ ഈ സെറ്റിൽ ഒന്ന് ഞെക്കുക. അപ്പോൾ 37.5 അത് നമുക്ക് കൂട്ടാൻ, പ്ലസ് കഴിഞ്ഞാൽ കൂട്ടാനും മൈനസ് കഴിഞ്ഞാൽ കുറയ്ക്കാനും പറ്റും. അപ്പോൾ ഇത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുക. 37.5 എന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്യുക. ആദ്യം അത് സെറ്റ് ഞെക്കുക. പിന്നെ പ്ലസും മൈനസും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചിലവരെ മാറിക്കിടക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ആദ്യം സെറ്റ് ഞെക്കുക, ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് നമുക്ക് 37.5 അത് മാറിക്കിടക്കും. നിങ്ങളെല്ലാം മാറിക്കിടക്കുകയാണെങ്കിൽ 37.5 സെറ്റ് ചെയ്ത് വെക്കുക. എന്ന് വെച്ചാൽ നമ്മൾ 37.5 അത്രയും ചൂട്, അതാണ് നമ്മളെ ചൂട് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞാൽ ഓഫായി പോകുന്ന രീതിയിലാണ് ഇപ്പോൾ 37.5 സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നുവെച്ചാൽ ഒരു തള്ളക്കോഴീൻ്റെ അട വെക്കുമ്പോൾ ഒരു തള്ളക്കോഴിക്കുള്ള ചൂടാണ് 37.5. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം ഈ സെറ്റിൽ ഞെക്കി പിടിക്കുക. അപ്പോൾ P0 എന്ന് പറയും. പിന്നെ പ്ലസ് ഞെക്കി കഴിഞ്ഞാൽ P1, P2, P3, P4, P5, P6 ഇങ്ങനെ 6-7 ഓപ്ഷനാണുള്ളത്. P0, P1, P2, P3, P4, P5, P6 ഇങ്ങനെയുള്ള. ഇതിനകത്ത് P0 എടുക്കുക. എന്നിട്ട് സെറ്റ് ചെയ്യിക്കഴിഞ്ഞാൽ ഇതിനകത്ത് Hഉം Cയും കാണാം. H എന്നുള്ളത് ഹോട്ടും C എന്നുള്ള കോൾഡും ആണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഹീറ്റ് ആണ് നമുക്ക് ഇവിടെ സെൻസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഹീറ്റ് ആക്കി വെക്കുക. അത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യിക്കഴിഞ്ഞാൽ P0 വരും. പിന്നെ P1 എടുക്കണം നമുക്ക്. P1 എടുത്തിട്ട് അത് 0.2 സെറ്റ് ചെയ്ത് വെക്കുക. അതെപ്പോഴും നിങ്ങളതിൽ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ 0.2 ആക്കി വെക്കുക, പ്ലസ് മൈനസ് ഉപയോഗിച്ചിട്ട്. അതെപ്പോഴും നമുക്ക് 0.2 ആണ് ആവശ്യമുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സെറ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് P2 എടുക്കുക. P2 എടുത്തിട്ട് നമ്മൾ 39 ആണ് വാല്യൂ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങളതിലൊക്കെ അത് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ 39 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളെ ഈ ബോർഡ് വർക്ക് ചെയ്യാൻ മാക്സിമം എത്ര ടെമ്പറേച്ചർ വരെ കാണിക്കുന്നു വർക്ക് ചെയ്യുന്നുള്ള ഇതാണ് 39 കാണിച്ച് കൊടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ നമ്മൾ P3 എടുക്കുക. P3യിൽ 34 നമ്മളെ ഇൻക്യുബേറ്ററിൻ്റെ ഇപ്പം 37.6 ഓഫാവും. അത് കഴിഞ്ഞിട്ട് എത്രയിലാണ് രണ്ടാമത് ബൾബ് കത്തേണ്ടതെന്നാണ് കാണിക്കുന്നത്. അതപ്പം നിങ്ങളിലൊക്കെ വാല്യൂസ് മാറിയിട്ടാണ്, പുതിയതൊക്കെ മേടിക്കും വാല്യൂസ് മാറിയിട്ടായിരിക്കും. അപ്പോൾ 34 ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ P4 എടുക്കുക. P4 0.0 ആയിരിക്കും. ഇത് ഈ സ്വിച്ചിൻ്റെ ഒന്നും ആവശ്യമില്ല. 0.0 അല്ലെങ്കിൽ ആ 0.0 ആക്കുക. അല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട. എപ്പോഴും
0.0 ആണ് വേണ്ടത്. അടുത്തത് P5 എടുക്കുക, അതും 0 തന്നെയാണ്, അതിൻ്റെയും ആവശ്യം നമുക്കില്ല, അതും 0 ആക്കി വെക്കുക എപ്പോഴും. പിന്നെ P6 അത് 2 ഓപ്ഷനാണ്, ഓഫും ഓണും. ഇതൊന്നും നമുക്ക് ഇൻക്യുബേറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആവശ്യമുള്ള കാര്യങ്ങളല്ല, അപ്പോൾ അത് ഓഫാക്കി വെക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മളെ ഡിജിറ്റൽ ഇൻക്യുബേറ്റർ സെറ്റ് ചെയ്യാനുള്ള, തെർമോസ്റ്റാറ്റ് വാല്യൂ സെറ്റ് ചെയ്യാനുള്ള ആവശ്യം. ഇപ്പോൾ 37.5 ഇതാണ് നമ്മളെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു വാല്യൂ ആദ്യം എല്ലാവരും സെറ്റ് ചെയ്യുക, 37.5 എന്ന് വെക്കുക. അത് കഴിഞ്ഞിട്ട് സെറ്റ് അമർത്തി പിടിക്കുക. P1 തൊട്ട് P0 തൊട്ട് P6 വരെയുള്ള വാല്യൂകൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് ഈ ഒരു ഇത് വെച്ച് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും തെർമോസ്റ്റാറ്റ് സെറ്റ് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങൾ. ഇത്രയേ ഉള്ളൂ തെർമോസ്റ്റാറ്റ് വാല്യൂ സെറ്റ് ചെയ്യൽ. ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. എല്ലാവർക്കും ഗുഡ് ബൈ.